തസ്തികകളിൽ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നയാളാണ്. കൂടാതെ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യാ രംഗത്തൊക്കെ നല്ല പ്രാവീണ്യമുള്ള അറിവും പരിചയമുള്ള ആളാണ്. അതിൻ്റെ ഒരു സ്വാധീനം ഈ കഥകളിൽ വന്നു പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥകളിൽ ചിലടത്തൊരു ചെറിയ ദുരൂഹത നടത്തിക്കൊണ്ട് എന്ന ചെറിയ ഒരു മുന്നിലെയും ശ്രീ നമ്മുടെ എൻ.കെ. വിജയകുമാർ സാറിന് പറഞ്ഞിട്ടുണ്ട്, സത്യമേത് വിദ്യ ഏതെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് ചില കഥകൾ എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്ന എഴുത്തുകാരനാണ്. ഒരാള് ഇങ്ങനെ തന്നെ എഴുതിക്കൊള്ളും കവിത അല്ലെങ്കിൽ കഥ എന്നങ്ങനെ ഒരു വേടിലയിലൊന്നും അതും സ്വന്തം കാഴ്ചപ്പാടും ആഖ്യാന ശൈലി എഴുത്തുകാരെ ഉപയോഗിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ അദ്ദേഹം സ്വന്തമായി, അതായത് അദ്ദേഹത്തിന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ കഥകളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശരിക്കും ഒരു പ്രത്യേക ചില ഭ്രമാത്മകമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയുള്ള എല്ലാ കഥകളും അങ്ങനെയല്ല, ചിലത് ഈ സമയത്തോടുകൂടി കഥയിലേക്ക് എത്തണം. ആദ്യത്തെ കഥ ഞാൻ സ്വന്തം. ആ പേരിൽ തന്നെ അതിൻ്റെ ഉള്ളടക്കമുണ്ട്. പണ്ട് പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിച്ച് പോകാം, പക്ഷേ ഒരു സ്ത്രീക്ക് പുരുഷനെ ഉപേക്ഷിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം അന്ന് പലതുകൊണ്ടും ആ കെട്ടുപാടിൽ എത്രയോ പേര് അങ്ങനെ ജീവിച്ചവർ. പക്ഷേ ഇവിടെ ആധുനിക സ്ത്രീക്ക് അതിനൊരു പ്രയാസമില്ല. ഒറ്റ രാത്രിയുണ്ട്. അതും അദ്ദേഹം പറയാൻ തന്നെ ഒരു രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ രാത്രിക്ക് മുൻപുള്ള രാത്രി എന്നാണ് പറയുന്നത്. ആദ്യ രാത്രി എന്ന് നമ്മൾ സാധാരണ കേട്ട് പഴകിയ ഒരു പദമാണ്. അപ്പൊ അതിന് പകരം രണ്ടാമത്തെ രാത്രിക്ക് മുൻപുള്ള രാത്രി എന്നാണ് ആദ്യ രാത്രിയൊക്കെ അനുസരിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു മാറ്റം വേണം. എഴുത്തുകാരൻ മാത്രം പോരാ, വായിക്കുന്നയാളും കുറച്ച് ചിന്തിക്കണം. അല്ലാതെ കേൾക്കുന്ന പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലാവരുത്. കുറച്ച് ചിന്തിക്കണം. അവരുടെ ബുദ്ധിയും യുക്തിയും ചിന്താശക്തിയും ഒക്കെ ഉപയോഗിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്ന് വായനക്കാരോട് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഡോക്ടർ. അപ്പൊ ഈ കഥയിൽ ആദ്യ രാത്രി കഴിയുമ്പോൾ തന്നെ ഭർത്താവുമായിട്ട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സ്ത്രീ രാവിലെ ഇവിടെ പറഞ്ഞ് അന്ന് പോകുന്നതാണ്. അത്രയുള്ള കഥ. അപ്പൊ ഞാൻ സ്വതന്ത്ര എന്നാണ് കഥയുടെ പേര്. അതുപോലെ തന്നെ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നു. രണ്ടാമത്തെ കഥ യൂട്യൂബിലേക്ക് ഇട്ടു. അതിലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സേവനമാത്മകതയൊക്കെ കടന്നു വന്നിട്ടുള്ളത്. ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ വഴി ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ അന്യ ദേശത്തുള്ള അന്യ രാജ്യത്തുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പൊ അത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തോട് ഇങ്ങോട്ട് വന്ന് ചില കാര്യങ്ങൾ ഇന്ത്യയുടെ ചില പൈതൃകത്തിനെ പറ്റിയൊക്കെ ഉള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള അറിവും പോരാ. അപ്പൊ തൽക്കാലമൊക്കെ ഒന്ന് ഉരുണ്ട് കളിച്ചു വന്നിട്ട് ഇദ്ദേഹം സ്വയം പോയി അതിനുള്ള അറിവ് സമ്പാദിക്കാൻ വാരണാസിയിലോ അവരുടെയൊക്കെ കറങ്ങി നോക്കുകയാണ്. അവസാനം വന്നിട്ട് അവിടെ കുറച്ച് ദുരൂഹതകളുണ്ട്. അതൊരു പക്ഷെ അദ്ദേഹം മറുപടി പറയും. പിന്നെ ആഗോളവൽക്കരണമല്ല, ആഗോളവൽക്കരണം. അത് ഒരു സെറ്ററിക്കൽ ആയിട്ടുള്ള പേരായിട്ടാണ് എനിക്ക് തോന്നിയത്. വിദേശത്ത് നിന്ന് കഥകളി പഠിക്കാൻ വരുന്ന ഒരു സ്ത്രീ ഇവിടുത്തെ ഒരു ആശാനെ ബന്ധപ്പെട്ട് കഥകളി പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന് ചില ഏജന്റുമാരൊക്കെ സമീപിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, വിദേശികളാവുമ്പോൾ നല്ല കാശൊക്കെ ഉള്ളവരാണ്, നിങ്ങൾ മാക്സിമം അത് ഊറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഈ ആശാൻ ഒരു പഴയ കലയോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം അത് ഒരു ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ടൊരു വിദ്യയായിട്ടാണ് മറ്റുള്ളവർ കരുതുന്നത്. അങ്ങനെ കുറെ നാൾ കൂടെ നടന്ന് ഇദ്ദേഹത്തെ കഥകളിയൊക്കെ അഭ്യസിച്ച ശേഷം